ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മാണിക്യവിളാകത്തിന്റെ മുക്തായ ശ്രീമാൻ എസ് എം ബഷീർ. അദ്ദേഹം ടാക്സ് ആൻഡ് അപ്പീൽ കമ്മിറ്റിയിൽ മുൻ ചെയർമാനാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സ്വാഗതം സർ. നമസ്കാരം സർ. നമുക്ക് സർ ആദ്യമായിട്ടാണോ ജനപ്രതിനിധിയായിട്ട് ഈ 5 വർഷം ഇവിടെ ഇരിക്കുന്നത്? ഞാൻ മത്സരിച്ചിട്ടുണ്ട്, പക്ഷേ വിജയിച്ചിട്ടില്ല. ജനപ്രതിനിധി ആകുന്നത് ആദ്യമായിട്ടാണ്. എന്ത് ഫീൽ, അതായത് എന്ത് തോന്നി അങ്ങനെ ജയിച്ച് പെട്ടെന്ന് പല തവണ തോറ്റുപോയി, ആദ്യ തവണ ജയിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതീതി എന്തായിരുന്നു? 5 വർഷം മുമ്പ് അതാണ് ചോദിക്കുന്നത്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഒരാളാണ്. എൻ്റെ പിതാവും അതുപോലെ പൊതുപ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് പുതുതായിട്ടൊന്നും വിജയിച്ചു വന്നു. നമ്മുടെ നാടിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായി താങ്കൾ ഒരുപാട് സഹായിക്കുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെ, രാഷ്ട്രീയം നമ്മുടെ ഇലക്ഷന് മുമ്പ് വരെ ഒരു വാർഡിൻ്റെ കൗൺസിൽ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനം അങ്ങനെ ആകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഇവിടെ എല്ലാവരും വരും. എൻ്റെ വാർഡിലുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ, ഏത് സാമുദായിക ആളുകളായാലും ശരി തന്നെ, എന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അതൊരു പ്രത്യേകത തന്നെയാണ്. എനിക്കൊരു ഒരു ധൈര്യവും അതുപോലെ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അങ്ങ് ഇതിനിടയിൽ കുറച്ച് നാള് ചെയർമാനായിരുന്നു. അപ്പൊ ചെയർമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നഗരസഭയുടെ 100 വാർഡുകളിലും ഒരേപോലെ കൈയും കാലും അല്ല മുഖവും നമ്മുടെ ചിന്തകളെല്ലാം എത്തണം. അപ്പൊ അതാണോ സുഖം? നമ്മുടെ സ്വന്തം വാർഡാണോ സുഖം? സ്വന്തം വാർഡ് തന്നെയാണ് ഏറ്റവും സുഖം. അതിനൊക്കെ വാഹനവും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിലിറങ്ങി വളരെ പാവപ്പെട്ട, എൻ്റെ വാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു തീരദേശ മേഖലയിലെ വാർഡാണ്. സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ്. എല്ലാ സമുദായക്കാരുടെയും, പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെയും അവിടെ അധികമാണ് എന്ന് പറയാൻ പറ്റാതെ എല്ലാ സമുദായങ്ങളും ഒരേ രീതിയിലുള്ള ആ ഒരു മേഖലയാണ്. അവിടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം അതൊരു സുഖം തന്നെയാണ്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് നിഷ്കളങ്കരായ ആളുകളുടെ ഇടപെടലുകൾ അത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം പകർന്നിട്ടുണ്ട് എന്ന് സത്യം തന്നെയാണ്. ഈ 4 വർഷക്കാലം അല്ലെങ്കിൽ 4.5 വർഷക്കാലം എത്ര ലക്ഷം രൂപയുടെ ചെലവാണ് അങ്ങ് വാർഡിനോട് ചെലവഴിച്ചിട്ടുള്ളത്? നമുക്കൊരു വർഷം 80 അല്ലെങ്കിൽ 1 ലക്ഷം 1 കോടി രൂപയുടെ നമുക്ക് പ്ലാനിങ് നമുക്ക് തരുന്നുണ്ട്, നമുക്ക് കോർപ്പറേഷൻ തരുന്നുവെങ്കിലും അങ്ങനെ വരുമ്പോഴേക്കും കഴിഞ്ഞ 4 വർഷം 4 കോടി വരണം. 4 കോടിയല്ല, അതിനേക്കാൾ ഏറെ വലിയ രീതിയിൽ. അത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് ചില പദ്ധതികൾ അതൊക്കെ നമ്മൾ കാരണം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പദ്ധതിയും ചുമ്മാ വരത്തില്ല. അത് അവരെ ബോധ്യപ്പെടുത്തി അത് നമ്മുടെ നാട്ടിലേക്ക് വേണമെന്ന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ RDFന്റെ ഒരു പദ്ധതിയുണ്ട്, ഇലക്ട്രിക്കൽ. അതായത് നമ്മുടെ നാട്ടിലെ അറിയാം, നല്ലൊരു കോളനി പോലത്തെ ഒരു മേഖലയാണ് നമ്മുടെ മേഖല. അവിടെ അത്രമാത്രം ഈ ലൈൻ കമ്പി, KCBയുടെ ലൈൻ കമ്പികളൊക്കെ പല വീടിൻ്റെയും മുകളിലൂടെയും ടെറസിൻ്റെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു മേഖല സമ്പൂർണ്ണമായിട്ട് RDFന്റെ സപ്പോർട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്, നമ്മുടെ അല്ല, എങ്കിൽ പോലും അതിൻ്റെ സപ്പോർട്ടോട് കൂടി പൂർണ്ണമായി അത് ABC കേബിളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ സന്തോഷം തന്നെയാണ്. അങ്ങനെയുള്ള എത്രയോ വർക്കുകൾ, എത്രയോ അത് ഇന്ന രാഷ്ട്രീയം എന്നുള്ള രീതിയിലല്ല, കേന്ദ്ര ഗവൺമെൻറ് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, നമുക്ക് അധികാരപ്പെട്ടതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ച് അതിൻ്റെ അപേക്ഷയും മറ്റുമൊക്കെ അയച്ച് അത് നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ആ രീതിയിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്കവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള പദ്ധതി, എന്തിനധികം കുടിവെള്ള പദ്ധതി എനിക്ക് തോന്നുന്നു 890ഓളം വീടുകളിൽ ആ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നു പറഞ്ഞാൽ അതിലപ്പുറം എന്താ വേണ്ട? അത് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളതല്ലേ. നമുക്കറിയാം, ഒരു നയാ പൈസ പോലും അവർ കൊടുക്കാതെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നമുക്ക് അങ്ങനെ എൻ്റെ വാർഡിൽ ഏതാണ്ട് 890 വീടുകളിലേക്ക് ആ കുടിവെള്ള പദ്ധതി എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി തോന്നുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ്. ഇതുവരെ നമുക്ക് എത്ര കോടി ചെലവാക്കി കാണുന്ന കണക്കുണ്ടോ? അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ തന്നെ അത് ബഹുമാനപ്പെട്ട മേയറുടെയൊക്കെ സപ്പോർട്ടൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ മേഖലയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത, ഉദാഹരണം എൻ്റെ വാർഡിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, കുറച്ച് സ്ഥലം പോലും, ഒരു ഓഫീസിനായിട്ടുള്ളൊരു സ്ഥലം പോലും നമുക്കവിടെ ഇല്ലാത്തൊരു മേഖലയാണ്. അത്രയ്ക്ക് ഒരു നല്ല ഞെരുക്കം ആളുകൾ താമസിക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മുടെ മേഖല. പ്രത്യേകിച്ച് 3 സമുദായക്കാരുടെയും ഈ താണ രീതിയിലേക്ക്, അതായത് മത്സ്യം പിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്,
മത്സ്യം വിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ള തീരദേശവുമായിട്ട് അടുത്തിടപഴകി ജീവിക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ മാണിക്യവിളാകം വാർഡ്. ഇവിടെ എങ്ങനെ പോയിട്ടും എനിക്ക് തോന്നുന്നു ഒരു 6 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കോർപ്പറേഷന്റെ പ്രവർത്തനം മുഖേന അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് അവിടെ കൈകാര്യം? അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ നിസ്സാരമായിട്ട്, ഉദാഹരണം എൻ്റെ വാർഡിൻ്റെ നല്ലൊരു ഭാഗം കടൽ തീരവുമായി ബന്ധപ്പെട്ടതാണ്. കടലിനൊരു സ്വഭാവമുണ്ട്, അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്ത് സാധനം കടലിലേക്ക് നമ്മൾ വേസ്റ്റ് വലിച്ചെറിയുന്നു, നിമിഷങ്ങൾ അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ ആനിയാടി മാസം എന്നൊക്കെ പറഞ്ഞ് കാലാവസ്ഥയുടെ ഒരു വരുമ്പോൾ ഒരു വകയില്ലാതെ അത് തിരിച്ചു തുപ്പിത്തരും. ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ നമ്മുടെ തീരദേശം കാണാൻ ഞെട്ടിപ്പോവും. ലോറിക്കണക്കിന് വേസ്റ്റാണ് വരുന്നത്. പക്ഷേ കോർപ്പറേഷൻ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ തൊഴിലാളികളൊക്കെ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ വേർതിരിച്ചുകൊണ്ട് ഓരോ കിറ്റാണ് ജനമെടുത്ത് അറിയുന്നത്. നമ്മൾ എത്ര പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു വിഷയമാണ്. ആ കിറ്റ് അതുപോലെ തിരിച്ചു വരികയാണ്. എത്ര മാസം കഴിഞ്ഞാലും ഒരു കേടും സംഭവിക്കാതെ തിരിച്ചു വന്ന് അതിനെയൊക്കെ മാറ്റി നമ്മളെ കരമാലിന്യവും അതുപോലെ തന്നെ ഈ ഇതൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ സംസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉണ്ടായി. വളരെയധികം എത്രയോ ഇരട്ടി ജോലിയായിട്ടൊക്കെ ഇപ്പം എങ്കിലും ഒരിക്കലും നഗരസഭ പുറകോട്ടല്ല, അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതുമാത്രം നമ്മളവിടെ മനസ്സിലാക്കേണ്ട കേസ് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഗവൺമെൻറ്റും ഒക്കെ നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും അത് വെളിയിലോട്ട് അറിയാറില്ല. എൻ്റെ വാർഡിലൊക്കെ ഈ SSLC കഴിഞ്ഞ് +2 പാസ്സായ മത്സ്യത്തൊഴിലാളികളായ ഒരു കുട്ടി പോലും, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ലാപ്ടോപ്പ് ഇല്ലാത്ത ഒരു വീടില്ല. കൊച്ചൊറ്റ കുടിലുകളാണ്. പക്ഷേ അവിടെ നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ സപ്പോർട്ടോട് കൂടി ആ വീട്ടിലൊക്കെ ലാപ്ടോപ്പ് എത്തിച്ചിട്ടുണ്ട്. ഒരപേക്ഷയിൽ പോലും കൊടുക്കാതെ ഇരുന്ന ഒരു വീട് പോലും നമ്മുടെയൊക്കെ വാർഡിലില്ല എന്നതാണ് സത്യം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് കോർപ്പറേഷൻ കൊടുക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായിട്ട്. അതായത് പിന്നെ ഉന്നത വിദ്യാഭ്യാസം തന്നെ +2 കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന അപേക്ഷകളിൽ ഒരു അപേക്ഷ പോലും മാറ്റി വെക്കാറില്ല. എത്ര അപേക്ഷ വരുന്നുണ്ടോ, 100-150 അപേക്ഷ വന്നാൽ പോലും അത്രയും കുട്ടികൾക്ക് നമ്മൾ എണ്ണി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അവിടെ തന്നെ നമുക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വേറെ പല ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനം. അവർക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക്. വീട് വെക്കുന്നതായാലും ശരി തന്നെ, ആ വീടിനുള്ള PMAY പദ്ധതി മുഖേന സ്ഥലമുള്ളവർക്ക് വീട് വെക്കാനുള്ള പദ്ധതി, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് കട്ടിൽ, അതൊക്കെ വളരെ വലുതാണ്. കട്ടിലൊക്കെ നമ്മുടെയൊക്കെ വാർഡുകളിൽ ഒരു വർഷം 100-ലധികം അപേക്ഷകളാണ് വരുന്നത്. പക്ഷെ ഒരാളെപ്പോലും ഒഴിവാക്കാതെ എല്ലാ പേർക്കും ഈ സാധനം നമ്മൾ കൈകളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള വലിയൊരു പ്രശ്നം ഈ ഓടകൾ, അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും അധികം ഓടകളുള്ളത് എൻ്റെ വാർഡിലാണ്. കാരണം എല്ലാം ഇതിങ്ങനെ പാർവതി പുത്തനാലിലേക്ക് ഒഴുകിപ്പോകുന്ന വല്ലാത്തൊരു ദയനീയ അവസ്ഥ നമ്മുടെയൊക്കെ വാർഡുകളിലുണ്ട്. ആ വാർഡിൽ അതിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥലം MLA ഒക്കെ പലതവണ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ടുള്ളതാണ്. ഈ വേസ്റ്റ് എങ്ങനെ എടുത്ത് മാറ്റാൻ കഴിയുമെന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ വലിയ പഠനവും കാര്യങ്ങളൊക്കെ വേണം. കാരണം അവിടെ നിന്ന് വണ്ടി പുറത്തോട്ട് പോകത്തില്ല. ഈ ആറ്റിൽ നിന്ന് വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നശിപ്പിക്കുമെന്നുള്ള അതൊക്കെ വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ അഗാധമായി പഠിക്കാനും അതിനെക്കുറിച്ചൊരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ അത് കാരണം ബുദ്ധിമുട്ടുന്നത് എൻ്റെ വാർഡിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു സത്യം അതിനകത്തുണ്ട്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, precious like me. I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്,
കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ, പേരെന്താണ്? അപ്പോ ഞങ്ങളടുത്ത് ഇപ്പോ ബഹുമാനപ്പെട്ട SM ബഷീർ സാറുണ്ട്. അപ്പൊ വാർഡിനെ കുറിച്ചുള്ള വികസനങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ വന്ന വികസനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരാനുണ്ടോ? അപ്പൊ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ പരസ്പരം കാണുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ ഈ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് അറിയാനാണ് ഞങ്ങൾ ഇത് ചോദിക്കുന്നത്. ആ വാർഡിൽ ഇനി എന്തെങ്കിലും വികസനങ്ങൾ വരാനുണ്ടോ? ഹലോ ഷാജാൻ, പറയുക നമ്മള് അവിടെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനി എന്താണ് അവിടെ വാർഡിൽ ആവശ്യമുള്ളത് എന്നുള്ളതിനെ കുറിച്ച്. അതില് നമുക്കിപ്പോ പിന്നെ കൗൺസിലർ എന്നുള്ള നിലയില് പരമാവധി പ്രവർത്തനങ്ങളിൽ 5 വർഷം കൊണ്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളില് എത്തിച്ചിട്ടുണ്ട്. ഒരു 90% പ്രവർത്തനങ്ങൾ പുള്ളി പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ആലുകാട് പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങള് നമുക്ക് കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതില് നമ്മുടെ മഴ പെയ്തു കഴിഞ്ഞാല് തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ നമുക്കത് കുറേയേറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറെ ഓടകള് കെട്ടി വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു പൂർണ്ണത കൂടെ കൈവരിക്കണമെങ്കിൽ ഇനി ബാക്കി പദ്ധതിയിട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടെ പൂർത്തിയാക്കണം. അടിയന്തരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതൊരു പ്രധാന ആവശ്യമായി നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി കൗൺസിലർ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ ദ്രുതഗതിയിൽ അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതായത് MLA-യുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങളുമായിട്ടൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. MLA-യുടെ സാന്നിധ്യത്തില്, അതിന്റെ കളക്ടറുടെ സാന്നിധ്യത്തിലൊക്കെ തന്നെ, റവന്യൂ വകുപ്പിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ചകളൊക്കെ നിരവധി നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ എതുവരെയായി എന്നുള്ളത് പറയാൻ കഴിയുമായിരിക്കും. ഇപ്പൊ ഷാജാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ആലുകാട് മേഖലയിലുള്ള വെള്ളക്കെട്ടല്ലേ? അല്ല, അത് നമ്മള് അതിന്റെ അവിടുത്തെ വിഷയം, ആ മേഖല ഒരു താണ പ്രദേശമാണ്. എങ്കിൽ പോലും നമുക്ക് അവിടെ നിന്ന് നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്ന ഓടകൾ പലതും ഇല്ലാതായി. ഇപ്പം നമ്മൾ പുതിയൊരു ഓട നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം, പിന്നെ MLA-ക്ക് വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് MLA ഫണ്ടിൽ നിന്നുള്ള ഫണ്ട് അനുവദിച്ചു. അപ്പം അങ്ങനെ അതിനുള്ള പുതിയൊരു ഓട അവിടെ ചെയ്യാൻ വേണ്ടി മദർ തെരേസ കോളനി വഴി ചെയ്യാൻ വേണ്ടി അത് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മളെ കളക്ടറൊക്കെ വന്ന് നോക്കി, തഹസീൽദാർ വന്ന് നോക്കി, അവരും വന്ന് പറഞ്ഞ് അവരും അനുകൂലമായ ഒരു നിലപാടെടുത്ത് അതിനുള്ള വർക്ക് ഇപ്പം തുടങ്ങും അവിടെ. അപ്പം എനിക്ക് തോന്നുന്നു ആ വർക്ക് ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ആലുകാടുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ പൂർണ്ണമായ ഒരു ഇതുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നൊരു കാര്യം, നമുക്ക് ആലുകാട് മെയിൻ ആ റോഡ് വഴിയുള്ളൊരു ഓട, അവിടെ നമ്മൾ ഓട പകുതി പണിത് നിർത്തിയിട്ടുണ്ട്.
പക്ഷെ പണി നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ വെള്ളം തിരിച്ച് ഈ പാർവതി പുത്തനാലിലേക്ക് ഒരു പരിധി കവിഞ്ഞ് വെള്ളം കൂടുമ്പോൾ നമ്മളത് വിടാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അവിടെ അതിനുള്ള വർക്കാണ് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമ്മളെ ആലുകാട് ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തിലെ വെള്ളം ഇതുവഴിയും പോവും, മറുഭാഗത്തുകൂടി മറ്റു വെള്ളവും പോവും. അപ്പം അതിനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവിടെ വന്നതാണ്. കാരണം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അതിനകത്ത് കിടപ്പുണ്ട്, നമുക്കവിടെ കുഴിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലം. ഇപ്പം അതെല്ലാം നമ്മൾ പരിഹരിച്ച് വരികയാണ്. അവിടെ നിന്ന് ആലുകാട് വരെയുള്ള കണക്ഷൻസ് കംപ്ലീറ്റ് മാറ്റി വേറെ പൈപ്പ് ലൈനിൽ കൊടുത്ത് അതുവഴി ആ ലൈനൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ പുതുതായിട്ട് വീണ്ടും അവിടെ 1.5 മീറ്റർ താഴ്ത്തണം. താഴ്ത്തിയാൽ മാത്രമേ നമ്മളെ വാട്ടർ ലെവൽ കിട്ടി നമുക്ക് ആറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റൂ. അതെന്തായാലും ഉടനെ അത് പൂർത്തിയാവും, ഉടനെ പൂർത്തിയാവും. അതെ, തീർച്ചയായിട്ടും 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 അതെ. പിന്നെ നമ്മുടെ ഈ മുണ്ടറയില് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ എന്തോളം അവിടെ വരുന്ന നമ്മള് പരിഹരിക്കാൻ പകുതിയിൽ പണി നിർത്തി വെച്ച ഒരു പ്രവർത്തനമുണ്ട്. അതായത് മറ്റേ പാർവതി പുത്തനാറുമായി ബന്ധിപ്പിക്കുന്ന ആ പ്രദേശത്തെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ഷാജി പറയുന്നത് എനിക്കറിയാം. അതായത് നമ്മുടെ പിന്നെ നമ്മളെ മൂന്നാറ്റുമുക്ക് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴേക്കുള്ള ആ മാലിന്യ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് നമ്മളെ വാർഡ് മാറിയിരിക്കുന്നത്. അത് സത്യമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആന്റണി രാജു മിനിസ്റ്ററായ സമയത്ത് നമ്മൾ 6ഓളം മീറ്റിങ്ങുകൾ കൂടി. അതിനകത്ത് ഉണ്ടായൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആ വേസ്റ്റ് നമുക്കെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. എല്ലാ നാവിഗേഷൻ്റെയും അതുപോലെ കോർപ്പറേഷൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഏതാണ്ട് 6ഓളം ടീമുകൾ ഒരുമിച്ചിരുന്ന് ജില്ലാ കളക്ടറുടെ മുമ്പിലാണ് നമ്മൾ ഇതിനുള്ള മീറ്റിംഗ് നടന്നത്. പക്ഷെ അതിലൊന്നും നമുക്ക് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. കാരണം ഇത്രയും മാലിന്യം കൊണ്ടുപോകാൻ കോർപ്പറേഷന് കഴിയുന്നില്ല. എവിടെ സംസ്കരിക്കും എന്നുള്ളൊരു ചോദ്യം വന്നു. രണ്ടാമതൊരു കാര്യം, ഈ മാലിന്യം ഇവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതിനെ റോഡ് വഴി കൊണ്ടുപോകാൻ അവിടുത്തെ റോഡ് സൗകര്യമില്ല. കാര്യം പലരും ഇങ്ങനെ കെട്ടി അടച്ചടച്ചടച്ച റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ചെറുതായി കഴിഞ്ഞു. അതിനൊക്കെ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഗവൺമെൻറ് നേരിട്ട് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കോർപ്പറേഷൻ്റെയോ അതൊരു കാരണം. പിന്നെ അവിടെ ആ ഓടകളുടെ മുകളിൽ വെച്ചിരിക്കുന്ന വീടുകളും ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതൊരു ചെറിയൊരു തീരുമാനത്തിൽ നീങ്ങത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ ചർച്ചകളും അതിനകത്ത് കൂടുതൽ വകുപ്പുകളുടെ ഏകോപനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അത് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതിൻ്റെയൊക്കെ ഒരു പിന്നെ MLA ഒക്കെ ഇടപെട്ടിട്ടുള്ള ആ പല മീറ്റിങ്ങുകളും നടന്നു കഴിഞ്ഞു. ഇപ്പോഴും കളക്ടറുടെ കയ്യിലാണത്. അതെ അതെ. ഓക്കെ അപ്പോൾ ഓക്കെ ഷാജി സാർ, ഓക്കെ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always.
Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pittapalli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank. Together we can. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വാർഡിൽ 100% വികസനം വരുത്തി എന്ന് ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ ചില പദ്ധതികൾ അതുകൂടി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടെ പദ്ധതി കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ 100% അവിടെ നമുക്ക് വിജയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഏത് സംശയമില്ല. എത്ര പേർക്ക് PMA വഴി വീട് കൊടുത്തിട്ടുണ്ട്? പൂർണ്ണമായി നമ്മൾ 84 പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 84 പേർക്ക് നമ്മൾ ആദ്യ ഘട്ടത്തിൽ. പിന്നെ വന്നിട്ടുള്ളത് നമുക്കറിയാം, ഇപ്പം നമ്മൾ കൊടുത്ത ഇത് പോലും നമ്മളെ DPR പോലും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഇതിന് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് വരെ 1 ലക്ഷം രൂപ തരുന്നത്, കേരള ഗവൺമെന്റും തിരുവനന്തപുരം കോർപ്പറേഷനും ചേർന്നാണ് ബാക്കി ഫണ്ട് കൊടുക്കുന്നത്. പക്ഷെ അതിനകത്ത് എല്ലാ വർഷവും നമ്മൾ ഈ ലൈഫ് പദ്ധതിയിൽ കൊടുത്ത വീടുകൾ, സ്ഥലവും വീടും എന്നുള്ള പദ്ധതിയിൽ സ്ഥലം കൊടുത്തവർക്ക് ബാക്കി കിടക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കും. ഈ കണക്കല്ലാതെ ഓരോ വർഷവും 8, 10, 15 പേർക്ക് അങ്ങനെയുള്ളവർക്ക് വീട് കൊടുത്തു. അപ്പോൾ അത് കണക്ക് നോക്കുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഒരു 150, 160ഓളം വീടുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് വളരെയധികം കൊടുക്കും. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് തരുന്ന അപേക്ഷകൾ പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഒന്ന് നിയമപ്രശ്നമുണ്ട്. പലരും നമുക്കറിയാം, പൂന്തുറ മേഖലകളിലൊക്കെ നമ്മുടെ ഈ TCയുടെയും അതുപോലെ തന്നെ നമ്മുടെ പട്ടയത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അതൊന്നും പിന്നെ ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഭരണമുന്നണിയുടെ കൗൺസിലറാണ് എന്നുള്ള രീതിയിലല്ല. ജനങ്ങൾ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അവിടെയൊക്കെ ഇന്നും പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ട്. പട്ടയം പൂർണ്ണമായി കിട്ടും. കാരണം ഇതെല്ലാം അതുപോലെ TC. പക്ഷെ ഇതിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ സാങ്കേതിക TC ബഹുമാനപ്പെട്ട മേയർ പലതവണ പറഞ്ഞാണ് നമുക്കിതിൻ്റെ പേപ്പർ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആധാരത്തിൽ നമുക്ക് വയ്ക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വേണം. വീടിന് TC, വീടിന് പിന്നെ ആധാരം വേണം. ഇതൊക്കെ ഇതില്ലാതെ നമ്മൾ ആനുകൂല്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സത്യാവസ്ഥ ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻ മേഖല, അതായത് ഈ കടലോര പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ കടൽക്ഷോഭം കൊണ്ട് വീട് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾ കണ്ടിടത്തോളം ഒരു വിഷയം, കടൽ തീരത്ത് അവർ അനധികൃതമായി നിർമ്മിച്ച വീടുകളല്ലേ എന്നൊരു ചോദ്യം. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ചുരുക്കം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കണം എന്നുള്ളത് ഞങ്ങളൊക്കെ ആ നാട്ടുകാരാണ്. ഞാനൊക്കെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ അമ്പലത്തറയ്ക്കും പൂന്തറയ്ക്കും ഇടയ്ക്കായിട്ട് താമസിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാക്കണം ഇന്ന് കടൽ എത്രമാത്രം അകത്തോട്ട് കയറി എന്ന് മനസ്സിലാക്കുക. ഞങ്ങളൊക്കെ പഴയ ഒരു കാലഘട്ടത്തിൽ ഓടിച്ചാടി കളിച്ച തീരം ഇന്നില്ല. ആ തീരമെല്ലാം കടലെടുത്ത് കൊണ്ടുപോയി അത്രമാത്രം ഉള്ളിലോട്ട് വന്നു, അകത്തോട്ട് കടൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ അന്ന് താമസിച്ചവർക്കൊക്കെ ബാക്കി അതിൻ്റെ പട്ടയം മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷേ ആ പ്രദേശം ഇന്നില്ല. അത്രമാത്രം കടലുള്ളിലോട്ട് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ അവർക്ക് ഇന്ന് നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു തെറ്റ് തന്നെയാണ്. കാരണം ഈ ഗവൺമെൻറ് ഇന്ന് ഞങ്ങളുടെ വാർഡ്, എൻ്റെ മാണിക്യവിളാകം വാർഡിൽ തൊട്ടടുത്ത വാർഡായ പിന്നെ ഭീമാപള്ളി ഈസ്റ്റിൽ ഈ വരുന്ന 27-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പുനർഗേഹം ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റുകളുടെ എണ്ണം 100-200 അല്ല, അതിലധികമാണ്.
അത് ഈ കടൽ കയറി പോയ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് മാത്രമാണ്. അതിനകത്ത് വേറൊരു ടീം അതിനകത്ത് കയറിയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വലിയ കാര്യമാണ്. 100 കണക്കിന്, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 500-ലധികം ഫ്ളാറ്റുകൾ വെച്ച് ഈ പുനർഗേഹ പദ്ധതിയിലൂടെ ഈ തീരം നഷ്ടപ്പെട്ട വീട് നഷ്ടപ്പെട്ടവർക്ക് അത് ഗവൺമെന്റ് കൊടുക്കുകയാണ്. അതും ചെറിയ ഫ്ളാറ്റ് അല്ല, വളരെ നല്ല രീതിയിലുള്ള ഫ്ളാറ്റുകൾ ഈ ഗവൺമെന്റ് കൊടുത്ത് അവരുടെ വേദനയും ഈ ഫ്ളാറ്റുകളുടെ ഇതിനകത്ത് ചില സാമുദായിക സംഘടനകൾ ഇടപെട്ടുകൊണ്ട് അവരുടെ ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്നുള്ളൊരു പരാതിയുണ്ട്. ഇല്ല, അത് ഗവൺമെന്റ് നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമുദായിക ഇടപെടലുകൾ ഒരിക്കലും അങ്ങനെ അനുവദിക്കത്തില്ല. അതിനകത്ത് തീരം നഷ്ടപ്പെട്ടവരാണ് എന്നുള്ളൊരു മറുപടിയാണ് വരുന്നത്. അത് തീരം അത് ഏത് സമുദായക്കാരനാണ് അവിടെ താമസിച്ചിരുന്നത്, ഇല്ലെങ്കിൽ ആരുടെ വീടാണ് പോയി എന്നുള്ളത് അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആർക്കാണോ വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരെയാണ് അവിടെ പിന്നെ തിരിച്ച് അവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അത് അങ്ങനെ തന്നെ ആകണം, അങ്ങനെ തന്നെ ആകുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും നമുക്കുണ്ട്. അവിടെ സമുദായം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. പട്ടികളൊക്കെ ഒന്നിനെ വിളിച്ചുണർത്തിയിട്ട് നിന്റെ സമുദായം ഏത് ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അത് നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു മാനദണ്ഡമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിനോട് ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്, അക്കാര്യത്തിൽ സംശയമുണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.